ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ബാക്ക് ചാം ഉണ്ടാക്കാം. ഇത് ബാക്ക് ചാം മാത്രമായിട്ടല്ല, നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു ത്രെഡ് വേണം. ഇനിയിപ്പോൾ ഷൂലേസ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന പോലെയൊക്കെ ചെയ്യണം. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കുളമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി കണ്ടിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല, പക്ഷെ 1-2 വട്ടം ചെയ്യുമ്പോൾ എന്തായാലും അത് സെറ്റാവും. ഞാൻ ഇത്ര കോൺഫിഡൻസിൽ പറയാൻ കാരണം ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായി. പക്ഷേ ഈ നോട്ടിട്ട് കഴിഞ്ഞാലും നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ 1, 2, 3 വട്ടം ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. കാണുമ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഏത് വഴിയൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഒരു സൈഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സൈഡും സുഖമായിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു ബട്ടർഫ്ലൈ നോട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ലക്കി ചാം എന്നൊക്കെ പറയുന്ന വേറെ നോട്ട്സും ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ചെയ്ത് ഫിനിഷായി കഴിഞ്ഞിട്ട് താഴെ ഇങ്ങനെ 2 ത്രെഡും കാണും, പിന്നെ മുകളിൽ ഞാനിപ്പോൾ പിടിക്കുന്ന ആ ഒരു ത്രെഡും. ഇത് രണ്ടും കൂടെ ഒന്ന് വലിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടും. എന്നിട്ട് അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഒന്ന് വരുത്തണം കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ച് വലിക്കുക, അപ്പോഴേക്കും ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ചില സ്ഥലത്ത് കുറച്ച് ലൂസായിട്ടിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പം കറക്റ്റ് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് ചാമായിട്ടോ കീ ചെയിനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും.